Check fuel delivery from the fuel pump and replace fuel filter. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഒരു പുതിയ സെഷനിൽ നിങ്ങൾ എല്ലാവരും തിരിച്ചെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഫ്യൂവൽ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ കാരണം എൻജിൻ സ്റ്റാർട്ട് ആവാതിരിക്കുകയോ കൃത്യമായി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യും. പ്രധാനമായും എൻജിൻ ക്രാങ്ക് ചെയ്യുകയും എന്നാൽ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലെത്താതിരിക്കുകയും ചെയ്യുന്നത് ഫ്യൂവൽ സിസ്റ്റത്തിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. ഫ്യൂവൽ സപ്ലൈ എങ്ങനെ പരിശോധിക്കാമെന്നും ഫിൽട്ടർ റീപ്ലേസ് ചെയ്യാമെന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സാധ്യമാകുന്നു മെക്കാനിക്കൽ ഫ്യൂവൽ ഫീഡ് പമ്പ് ഓവർഹോൾ ചെയ്യാൻ, ഇലക്ട്രിക്കൽ ഫ്യൂവൽ ഫീഡ് പമ്പ് ഓവർഹോൾ ചെയ്യാൻ, ഫ്യൂവൽ പമ്പ് ഫിൽട്ടർ റീപ്ലേസ് ചെയ്യാൻ, ആവശ്യമായ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം, സർക്ലിപ്പ് പ്ലെയർ, ആവശ്യമായ എക്യുപ്മെന്റുകളും മെഷീനറികളും, മൾട്ടി സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ഒരെണ്ണം, എയർ കംപ്രസർ ഒരെണ്ണം, ആവശ്യമായ മെറ്റീരിയലുകൾ അല്ലെങ്കിൽ കോമ്പൗണ്ടുകൾ, മണ്ണെണ്ണ, ഡീസൽ, സോപ്പ് ഓയിൽ, കോട്ടൺ ക്ലോത്ത്, പുതിയ ഗാസ്കറ്റ്, ഫ്യൂവൽ ടാങ്കിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഫ്യൂവൽ പമ്പ് ആവശ്യമായ പ്രഷറിൽ എഞ്ചിനിലേക്ക് ആവശ്യമായ ഫ്യൂവൽ എത്തിക്കാൻ സഹായിക്കുന്നു. ഫ്യൂവൽ ഫിൽട്ടർ നിങ്ങളുടെ വാഹനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇത് അപകടസാധ്യതകളിലേക്ക് നയിച്ചേക്കാവുന്ന മലിനീകരണം എഞ്ചിനിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. ഒരു വൃത്തിയുള്ള ഫ്യൂവൽ ഫിൽട്ടർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, കാരണം ചെറിയ മലിനീകരണം പോലും ഫ്യൂവലിന്റെ ഫ്ലോ തടസ്സപ്പെടുത്തുകയും എഞ്ചിൻ പെർഫോമൻസിന് അപകടമാവുകയും ചെയ്യും. വാഹനത്തിന്റെ ഒപ്റ്റിമൽ ഓപ്പറേഷൻ ഉറപ്പാക്കാൻ ഫ്യൂവൽ ഫിൽട്ടർ പതിവായി റീപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ്. എന്നിരുന്നാലും ഈ വിവരങ്ങൾ മാനുഫാക്ചേഴ്സ് പലപ്പോഴും കാർ മാനുവലിൽ നൽകിയിട്ടില്ലാത്തതിനാൽ റീപ്ലേസ് ചെയ്യുന്നതിനുള്ള ഉചിതമായ സമയം നിർണ്ണയിക്കുന്നത് വെല്ലുവിളിയാകും. ഫ്യൂവൽ ഫിൽട്ടറുകൾ മാലിന്യങ്ങൾ തടയുമ്പോൾ അവ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കാലക്രമേണ അടിഞ്ഞുകൂടുന്നു. നിയന്ത്രിത ഫ്യൂവൽ ഫിൽട്ടറിന്റെ ഇനീഷ്യൽ ഇൻഡിക്കേഷൻ എഞ്ചിൻ പവറിൽ പ്രകടമായ കുറവുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഉയരങ്ങളിലേക്ക് വാഹനമോടിക്കുമ്പോഴോ ഫ്യൂവൽ കൺസംഷൻ വർദ്ധിക്കുമ്പോഴോ മനസ്സിലാക്കാൻ സാധിക്കും. അടഞ്ഞുകിടക്കുന്ന ഫിൽട്ടറിലൂടെയുള്ള ഒഴുക്ക് കുറയുന്നത് എഞ്ചിനിലേക്ക് ആവശ്യത്തിന് ഫ്യൂവൽ എത്താത്തതിന് കാരണമാകുന്നു. ഇത് വാഹനത്തിന്റെ ആക്സിലറേഷനെയും പെർഫോമൻസിനെയും ബാധിക്കുന്നു. റെസ്ട്രിക്റ്റ് ചെയ്ത ഫ്യൂവൽ ഫിൽട്ടറിന്റെ അധിക ലക്ഷണങ്ങളിൽ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ എഞ്ചിന്റെ എഫിഷ്യൻസി ഇല്ലായ്മയും സ്റ്റാലിംഗും ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസും ഉൾപ്പെടുന്നു. അടഞ്ഞുപോയ ഫ്യൂവൽ ഫിൽട്ടർ എല്ലായ്പ്പോഴും ഈ പ്രശ്നങ്ങളുടെ മൂലകാരണം ആയിരിക്കണമെന്നില്ലെങ്കിലും ദീർഘനാളത്തേക്ക് റീപ്ലേസ് ചെയ്യാതെ വെക്കുന്നത് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകും അല്ലെങ്കിൽ കൂടുതൽ വഷളാക്കും എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്യൂവൽ ഫിൽട്ടർ എപ്പോൾ റീപ്ലേസ് ചെയ്യണമെന്ന് തിരിച്ചറിയുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ്, കാരണം മിക്ക വാഹനങ്ങൾക്കും ഫ്യൂവൽ ഫിൽട്ടർ പ്രശ്നങ്ങൾക്ക് ഒരു സ്പെസിഫിക് ചെക്ക് എഞ്ചിൻ കോഡ് ഇല്ല. ഇപ്പോൾ ഫ്യൂവൽ ഫിൽട്ടറുകൾ എങ്ങനെ കണ്ടെത്താമെന്നും റീപ്ലേസ് ചെയ്യാമെന്നും നമ്മൾ പഠിക്കാൻ പോകുന്നു. ഫ്യൂവൽ സപ്ലൈ പരിശോധിക്കാൻ ഇഗ്നിഷൻ ഓണാക്കി 3 മുതൽ 5 സെക്കൻഡ് വരെ തുടർച്ചയായ ശബ്ദം നിരീക്ഷിക്കുക. ഇത് ഫ്യൂവൽ പമ്പ് പ്രവർത്തിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ ഫ്യൂസ് ബോക്സിലെ ഫ്യൂവൽ പമ്പ് റിലേ പരിശോധിക്കുക. ഫ്യൂവൽ പമ്പ് റിലേയിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ അത് റീപ്ലേസ് ചെയ്ത് ചെക്ക് ചെയ്യുക. ഫ്യൂവൽ ലൈനിൽ ഫ്യൂവൽ പ്രഷർ ഗേജ് കണക്ട് ചെയ്യുക. ഇഗ്നിഷൻ ഓൺ ചെയ്ത് ഗേജിലെ ഫ്യൂവൽ പ്രഷർ പരിശോധിക്കുക. ഇത് 3 മുതൽ 5 വരെ ബാർ കാണിക്കുന്നുവെങ്കിൽ ഫ്യൂവൽ സിസ്റ്റം നല്ലതാണ്, അല്ലെങ്കിൽ പമ്പ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഫ്യൂവൽ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യുക എന്നതാണ് അടുത്ത ജോലി. ഫ്യൂവൽ ഫിൽട്ടർ തിരിച്ചറിയുക. സാധാരണയായി ഇത് ടാങ്കിന് സമീപമാണ് നൽകുന്നത്, അതിനാൽ വാഹനം ഉയർത്തി ഫിൽട്ടർ കണ്ടെത്തുക. ഫ്യൂവൽ പമ്പ് റിലേ നീക്കം ചെയ്ത് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുക. എഞ്ചിൻ കുറച്ച് സെക്കൻഡ് പ്രവർത്തിക്കുകയും നിർത്തുകയും ചെയ്യും. ഇപ്പോൾ ഫ്യൂവൽ ഫിൽട്ടർ റിമൂവ് ചെയ്യുക. പുതിയ ഫിൽട്ടറിലെ ആറോ പരിശോധിച്ച് ഫ്യൂവൽ ഫ്ലോയുടെ ഡയറക്ഷൻ ആറോ കാണിച്ച ഡയറക്ഷനിലേക്ക് ഫിൽട്ടർ കണക്ട് ചെയ്യുക. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി.
അങ്ങനെ ഫ്യൂവൽ പമ്പിൽ നിന്നുള്ള ഫ്യൂവൽ സപ്ലൈ പരിശോധിക്കാനും ഫ്യൂവൽ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യാനും നമ്മൾ പഠിച്ചു. താങ്കൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.